എടാ നിന്റെ റെസ്യൂമേ ഞാൻ കണ്ടായിരുന്നല്ലോ. എന്തോന്നാടാ അത്? എന്തേ? എടാ ഇങ്ങനൊന്നും അല്ല ഇത് ചെയ്യണ്ടേ. നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ പല കമ്പനീസിലും പല പ്രാവശ്യം റെസ്യൂമേ അയച്ചിട്ട് ഇതുവരെയും ഒരു കോൾ ബാക്ക് ഉണ്ടാവാണ്ടിരിക്കുക, റിപ്ലൈ ഇല്ലാണ്ടിരിക്കുക. അതിന്റെ ഒരു മുഖ്യ കാരണം എന്താണെന്ന് ഇന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ റെസ്യൂമേ ATS ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ടാണ്. ATS ഫ്രണ്ട്ലി റെസ്യൂമേ എന്ന് പറയുമ്പോൾ എന്താണ്? ATS എന്ന് വെച്ചാൽ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം. അതിൻ്റെ പ്രധാന യൂസ് എൻഡ് ടു എൻഡ് റിക്രൂട്ട്മെന്റ് കമ്പനീസ് നടത്താമെന്നുള്ളതാണ്. ഈ ATS റെസ്യൂമേ എന്ന് പറയുമ്പോൾ കീവേഡ്സ് ആണ്. കീവേഡ്സ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ റെസ്യൂമേ ഉണ്ടാക്കുന്നത്. പണ്ടത്തെ പോലെ നമ്മൾ പാരഗ്രാഫ്സ് അല്ല ഉണ്ടാക്കുന്നത്. അത് ഓർമ്മയിൽ വെക്കുക. ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് തന്നെ കീവേഡ്സ് ഉണ്ടാവും. അതായത് നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്, എഡ്യൂക്കേഷൻ, വർക്ക് ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ഇന്ന് നമ്മൾ പോയിന്റേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നും ആലോചിക്കുക, ATS ഫ്രണ്ട്ലി റെസ്യൂമേ തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. ഈ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ATS ഫ്രണ്ട്ലി റെസ്യൂമേ ഒരു കമ്പനിയിലോട്ട് അയക്കുമ്പോൾ ATS സോഫ്റ്റ്വെയർ ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള കീവേഡ്സ് നോക്കും. ആ കീവേഡ്സ് വെച്ചിട്ടാണ് ഈ റെസ്യൂമേ HR അടുത്ത് പോകുന്നത്. ATS റെസ്യൂമേ മാത്രം പോരാ, നിങ്ങളുടെ പെർഫോമൻസും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്.